എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, നമ്മൾ ഉണ്ടാക്കിയ കപ്പപ്പൊടിയാണ്. ഈ കപ്പപ്പൊടി കൊണ്ട് നമുക്കിന്ന് അട ചുടണം. അടയും പുട്ടും ഒക്കെ ഉണ്ടാക്കാം, പക്ഷേ ആദ്യം നമുക്ക് അട ചുടാം. ഇലക്കകത്ത്, വാഴയിലക്കകത്ത് പരത്തി ശർക്കര തേങ്ങയൊക്കെ ചേർത്ത് രണ്ടട. 200 ഗ്രാം പൊടിയല്ലേ ഉള്ളൂ ആ കിട്ടിയത്. അത് നമുക്ക് ഇരുന്ന് കളയാതെ പെട്ടെന്ന് തന്നെ അടയുണ്ടാക്കി കഴിക്കാം, ഒത്തിരി കാലമൊന്നും സൂക്ഷിച്ച് വെക്കാതെ. അപ്പോൾ തേങ്ങയും ശർക്കരയും ഒക്കെ ഇലയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വരാം. പാത്രം എടുത്തു. ആ പാത്രത്തിലേക്ക് നമുക്ക് പൊടി ഇടാം. ഇനി ആ പൊടിയുടെ ഒപ്പം തേങ്ങ ചേർക്കാം. ഇനി നമുക്ക് ശർക്കര ചേർക്കാം. നന്നായിട്ട് തിരുമ്മി നോക്കാം എത്ര വെള്ളം വേണമെന്ന്. ഒരല്പം ഉപ്പിട്ട വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നൂറിന് നല്ല വെയിറ്റ്, അരിപ്പൊടി പോലെയല്ല. അരിപ്പൊടിയും തേങ്ങയും കൂടെയാണ് കുഴച്ചാൽ അത് എല്ലായിടത്തും നിൽക്കും. ഇത് തേങ്ങായ മുകളിലും പൊടി താന്ന് പരന്ന് പരന്ന് പോകും. ഞാനിവിടെ ഇല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരത്താം. കയ്യിൽ ഇച്ചിരി വെള്ളം തൊട്ടിട്ട് അതിന് മുമ്പ് തീ കത്തിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചപ്പാത്തി ചുടുന്ന ദോശക്കല്ലാണ്. കാരണം നല്ല ദോശക്കല്ലിൽ ഇത് ചുട്ട് കഴിഞ്ഞാൽ ചില ഇലയിട്ട് ഉണക്കി കഴിഞ്ഞാൽ അപ്പം ചുടുമ്പോൾ ഇനി എഴുന്ന് വന്നിരുന്നു വരും. കനം കുറച്ച് വേവാൻ എളുപ്പത്തിന്. അല്ലോ, തേങ്ങയാണ് കൂടുതൽ. നന്നായിട്ട് തേങ്ങ വേണം ഈ അടയ്ക്ക്. ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ. അതല്ലെങ്കിൽ വാടിപ്പോവും. വാടിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നിനും കൊള്ളില്ല. നമ്മൾ ഇത്രയും ദിവസം ഒരാഴ്ചത്തെ പണി അവസാനം കളയാൻ പറ്റുമോ? അതുകൊണ്ടാണ് തീ കത്തിച്ചിട്ട് ഇത് പരത്തിയത്. ഇപ്പൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. ദോശക്കല്ല് എത്ര ചൂടായി എന്നറിയാലോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഒഴുകിപ്പോവും പെട്ടെന്ന് ഇട്ടില്ലെങ്കിലും. പരത്തി കഴിഞ്ഞാൽ താമസിക്കാൻ പാടില്ല. നന്നായിട്ട് തീ കൂട്ടിയോട്ടോ വെച്ചിരിക്കണേ. സാധാരണ ഇടുമ്പോൾ ഒരു ഒച്ച കേൾക്കേണ്ടതായിരുന്നു. ഇനി അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അടുത്തത് പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ദോഷമാവും. ഇപ്പം തന്നെ ഉണ്ടോ, ഇട്ട് കഴിഞ്ഞപ്പോഴും ഇതിങ്ങോട്ട് ഒഴുകി വരുന്നേ. അത് ഈ പൊടിയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് കൈകൊണ്ട് മറിച്ചിടാവുന്നതേ ഉള്ളൂ. എന്നാൽ പോലും ഇപ്പം കണ്ടപ്പടപടാന്ന് മാലപ്പടക്കം പട്ടണ പോലെ വെച്ച് കിട്ടും. നന്നായിട്ട് ഉണങ്ങി വരണം, നല്ലോണം ടേസ്റ്റ്. അപ്പോൾ കുറച്ചധികം സമയം അതവിടെ ഇരിക്കണം.
പഞ്ചസാര അല്ല ശർക്കര ചേർക്കാതെ ആയിരുന്നെങ്കിൽ നമുക്കത് വേഗം പറയായിരുന്നു. മധുരം ഇല്ലാതെ ഇതുണ്ടാക്കാം. അപ്പം നമുക്ക് നല്ല കണ്ണാടി പോലെ വന്നെങ്കിൽ നന്നായിട്ട് വെന്തു എന്ന് മനസ്സിലാവും. പിന്നെ കുറച്ച് സമയം കൂടി ഇരുന്ന് ഉണങ്ങണം. മറിച്ചും തിരിച്ചും പല പ്രാവശ്യം ഇട്ട് ഉണക്കിയെടുക്കണം. അടുത്ത അടയും ഇവിടെ നമ്മൾ പരത്തിയെടുത്തു. നമുക്ക് ഇതൊന്നും കൂടെ മറിച്ചിട്ടിട്ട് അട മൊരിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടോ, കളറൊക്കെ മാറി അട ഒന്നും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. തീയൊന്ന് കൂട്ടി വെക്കാം. അടുത്ത് ഇടുമ്പോഴത്തേനും നന്നായിട്ട് ദോശക്കല്ല് പഴുത്ത് വരട്ടെ. ഈ വശം മൊരിഞ്ഞൊന്ന് നോക്കാം. ഈ വശം അത്രയും മൊരിഞ്ഞില്ല അല്ലേ. ആവശ്യം മൊരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി തീ ഒന്ന് കൂട്ടി വെച്ചു. എന്നിട്ട് നമുക്ക് അടുത്തതിടാം. പരത്തി വെച്ചത് നമ്മളിങ്ങനെയായിരുന്നു. അപ്പോൾ ഇടുമ്പോൾ തിരിച്ചിടുവാണ് നല്ലത്. കാരണം അടിയിലേക്ക് പൊടി ഊറിപ്പോകും. ഇതിനെ നമ്മൾ വെള്ളത്തിൽ കണ്ടോ, നമ്മൾ എത്ര സൈഡ് ഇട്ടുണ്ടാക്കിയിട്ടും ഈ പൊടിയുടെ പ്രത്യേകതയാണ്. ഇടും കണ്ടോ, മാലപ്പടക്കം പൊട്ടണ പോലെ പൊട്ടിത് അത്രയും ചേർത്തിട്ട് അടുത്ത ഇല കൊണ്ട് മൂടി വയ്ക്കുക. 2 കഷ്ണത്തിലായിട്ട് വെക്കാം. ഈ വിധയിൽ പരത്തിയിട്ട് അടുത്ത ഇല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ. അപ്പം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അതുകൊണ്ടോ കപ്പയുടെ ആ നല്ല പശ അപ്പം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ അട ഏതാണ്ട് ഉണങ്ങിയില്ല, എന്നാൽ പോലും വെന്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം കൂടെ മറിച്ചും തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ എടുക്കാറാവും. അപ്പോൾ അതിന് നമുക്ക് അടുത്ത ഇട എന്നാൽ പരത്തി വയ്ക്കാം. 2 കഷ്ണത്തിലായിട്ടാണ് പരത്തുന്നത്. ഇവിടെ വെച്ചങ്ങ് ഉണ്ടാക്കാം. നിങ്ങൾ കാണാമല്ലോ, പെട്ടമുണ്ട്. അടുത്ത ഇല കൊണ്ട് മൂടി നമുക്കിത് നോക്കാം. എന്തായി ഈ വശം കൊണ്ടല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഈ അടയ്ക്ക് കൂട്ടാൻ വേണമെന്നുള്ളൊരു കൂട്ടുന്നതിനെന്നറിയോ, വെറുതെ തേങ്ങ ചിരണ്ടി കൂട്ടും. കാരണം ഇതിന് എത്ര ഉണങ്ങിയാലും ഇതിനൊരു നല്ല റബ്ബർ പോലത്തെ സ്വഭാവമുണ്ട്. വലിഞ്ഞു വരും. അതിഷ്ടമില്ലാത്തവർ തേങ്ങ ചിരണ്ടി കൂട്ടും. നമുക്കൊന്നും കൂടെ മറിച്ചിടാം. മറിച്ചും തിരിച്ചിട്ട് അതും വേവിച്ചെടുക്കാം. നമ്മുടെ അവസാനത്തെ അപ്പവും അങ്ങനെ അവസാന മിനുക്ക് പണിയിലേക്ക് എത്തി. അല്ലെങ്കിൽ വെന്തു, ഉണങ്ങിയില്ല, വെന്തു. ഇനി ഇത് 1-2 പ്രാവശ്യം കൂടെ മറിച്ച് തിരിച്ചിട്ടാലോ മതിയാവും. അപ്പോൾ ഇന്നത്തെ അപ്പത്തിൻ്റെ പരിപാടി തീർന്നു കേട്ടോ.